ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വയനാട് ദുരന്തവുമായി ഇന്നു മുതൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദ വിവരങ്ങളാണ്. റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ്റെ നേതൃത്വത്തിൽ സൂചിപ്പാറ മുതൽ പോത്തുകൽ വരെ ഇന്ന് തിരച്ചിൽ എല്ലാ കരയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഇന്നു മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് നിലമ്പൂർ വരെയും തിരച്ചിൽ നടത്താൻ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെയും കണ്ടെത്താതെ നഷ്ടപ്പെട്ട ആളുകളെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുമോ എന്നുള്ള പ്രതീക്ഷയിൽ അതുപോലെ തന്നെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ്. കൂടാതെ ആ പരിസരത്തുള്ള എല്ലാ കിണറുകളിലും പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂചിപ്പാറയിൽ നിന്ന് മുകളിലേക്ക് ഇതുവരെ എല്ലാ ഭാഗത്തേക്കും തിരച്ചിൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പോത്തുകല്ലിൽ നിന്ന് താഴേക്കും ഇതുവരെ എല്ലാ ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഇന്ന് 12 അംഗ ടീം നേവിയുടെ ഹെലികോപ്റ്ററിൽ ആ ഭാഗത്തേക്ക് എയർലിഫ്റ്റിംഗ് ചെയ്യാൻ സംവിധാനം ഉണ്ടെങ്കിൽ അത് എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള രീതിയിൽ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഫോറസ്റ്റിൻ്റെ ആളുകളും നേവിയുടെ ആളുകളും ആർമിയുടെ ആളുകളുമായി 12 അംഗ സംഘം ഇന്ന് അവിടെ 6 മണിക്കൂർ തിരച്ചിൽ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും അവർ ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ ഉണ്ടെങ്കിൽ വീണ്ടും കണ്ടെത്തുക. അതുപോലെ തന്നെ ഇതുവരെയും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നും ദുർഗന്ധം വമിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും കിട്ടുന്ന ശരീരങ്ങൾ ഏത് രീതിയിലാണെന്ന് നമുക്കൊരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഏതായാലും നമുക്ക് കിട്ടുന്ന അവശിഷ്ടങ്ങൾ കൃത്യമായി സംസ്കരിക്കാൻ കഴിയും. നമ്മൾ തിരിച്ചറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഒരു മനുഷ്യൻ്റെ ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ കൃത്യമായി അതിന് വേണ്ട നടപടികൾ ചെയ്ത് സംസ്കരിക്കാൻ വേണ്ടി ഇന്ന് ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നേവിയുടെ ഹെലികോപ്റ്ററിലാണ് നീങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇന്നു മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതുവരെ കണ്ടെത്താത്ത ആളുകളെ ഇനി കണ്ടെത്തുമെന്നും അതുപോലെ തന്നെ ഇനി കണ്ടെത്തിയാൽ തന്നെ എന്താ സ്ഥിതിയെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.